ഹായ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. കുറച്ച് പ്രോബ്ലംസ് കൂടെ നമുക്ക് ഈ ഭാഗത്തുനിന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കൂ. ഡിമാൻഡ് ഫോർ ഗുഡ്സ് ഓഫ് ആൻ ഇൻഡസ്ട്രി ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ പി ക്യു ഈസ് ഈക്വൽ ടു 100 and the supply is given by the equation 20 plus 3p is equal to q, where p is the price and q is the quantity. Find p and q. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഒരു ഇൻഡസ്ട്രിയുടെ ഗുഡ്സിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ രൂപത്തിലാണ് തന്നിട്ടുള്ളത്. ഡിമാൻഡ് എന്ന് പറയുന്നത് p ഇൻറ്റു ക്യൂ ഇസ് ഈക്വൽ ടു 100 ആണ്. ആൻഡ് സപ്ലൈ ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ 20 പ്ലസ് 3p ഇസ് ഈക്വൽ ടു q എന്നാണ്. സപ്ലൈ എന്ന് പറയുന്നത് 20 പ്ലസ് 3p is equal to q ആണ്. where p is the price and q is the quantity. ഇവിടെ p യും q യും എന്ന് പറയുന്നത് പ്രൈസും ക്വാണ്ടിറ്റി ആണ് എങ്കിൽ ഫൈൻഡ് p and q എന്ന് പറഞ്ഞാൽ p യുടെ വാല്യൂ നമുക്ക് കാണണം, q യുടെ വാല്യൂ നമുക്ക് കാണണം. പ്രൈസ് എത്രയാണെന്ന് നമുക്ക് കാണണം, അതേപോലെ ക്വാണ്ടിറ്റി എത്രയാണ് എന്ന് നമുക്ക് കണ്ടെത്താം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതാം. PQ is equal to 100. ഓക്കെ, ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ക്വസ്റ്റ്യനിൽ ഒരു ഇക്വേഷൻ ആണ്, ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുകയാണ് ഞാൻ. ദെൻ രണ്ടാമത്തെ ഒരു ഇക്വേഷൻ എന്ന് തന്നിട്ടുണ്ട് 20 പ്ലസ് 3p ഈസ് ഈക്വൽ ടു q എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ നോക്കൂ, ഇവിടെ p ഇൻറ്റു q ഇസ് ഈക്വൽ ടു 100 ആണ്. ദെൻ 20 പ്ലസ് 3p ഇസ് ഈക്വൽ ടു q എന്ന് പറഞ്ഞാൽ q എന്ന് പറയുന്നത് എത്രയാണ്? 20 പ്ലസ് 3p എന്നാണ്. ക്യൂവിന്റെ വാല്യൂ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യൂവിന്റെ ഈ വാല്യൂവിനെ ഒന്നാമത്തെ ഇക്വേഷനിൽ ക്യൂ എന്നുള്ളടത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തൂടെ. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് കിട്ടും, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് മാറും. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി മാറ്റിയിട്ടാണ് നമ്മൾ എഴുതുന്നത്. നോക്കാം. അപ്പോ ഇവിടെ ക്യൂ, ഞാൻ ക്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത് 20 പ്ലസ് പി ആണ്. അത് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കാം കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ടിങ് the value of q in equation number 1 എങ്ങനെ വരും? ഇവിടെ ഓൾറെഡി ഒരു p ഉണ്ട്. ക്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത് 20 പ്ലസ് 3p ആണ് അല്ലെ. 20 പ്ലസ് 3p ഈസ് ഈക്വൽ ടു 100. ഓക്കെ ആണല്ലോ. ഇനി നോക്കൂ, ഇതെന്ത് ചെയ്താൽ മതി? ഈ പിയും ഇതിനോട് എന്ത് ചെയ്താൽ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് p ഇൻറ്റു 20p എന്ന് കിട്ടും അല്ലെ. ദെൻ പ്ലസ് p ഇൻറ്റു 3p എന്ന് പറഞ്ഞു 3p സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 100. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ 3p സ്ക്വയർ ഇവിടെ ഉണ്ട്, അതേപോലെ 20p ഉണ്ട്, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ax സ്ക്വയർ ദെൻ bx c എന്നുള്ള രൂപത്തിലാക്കാൻ പറ്റൂല ഇവിടുന്ന് അല്ലെ. നമുക്ക് ആദ്യം 3p സ്ക്വയർ ആദ്യം എഴുതാം. ദെൻ പ്ലസ് 20p, ഈ 100 നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 100 ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഫോർമുലയിലാലെ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് p ആണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, 3p സ്ക്വയർ പ്ലസ് 20p minus 100 is equal to 0. ax square plus bx minus c is equal to 0 എന്നുള്ളൊരു പ്ലസ് is equal to 0 എന്നുള്ളൊരു ഫോർമാറ്റിലാണ്. ഇവിടെ സിയുടെ വാല്യൂ മൈനസ് 100 ആണ് എന്ന് മാത്രം. ഓക്കെ, ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് കിട്ടിയാലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത് നോർമലി ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു അല്ലെ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല നമുക്കറിയാം. x is equal to minus b plus or minus root of b square minus 4ac divided by 2a 2 into a. ഇവിടെ x എന്ന് പറയുന്നത് ഇവിടെ p ആണ് എന്ന് മാത്രം കേട്ടോ. p is equal to എന്നാണ് നമ്മൾ എഴുതാം. ഇവിടെ p അല്ലേ, അതുകൊണ്ട് p is equal to എന്ന് എഴുതുന്നു. ദെൻ a b യും c എത്രയാണ് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. a is equal to 3, b is equal to 20, then c is equal to minus 100. ഓക്കെ, അപ്പോൾ മൈനസ് p എത്രയാണ്? മൈനസ് 20 പ്ലസ് ഓർ മൈനസ് root of b square 20 square minus
4 ഇൻറ്റു എ എന്ന് പറയുന്നത് 3 ആണ്, സി എന്ന് പറയുന്നത് -100 ആണ്, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 3. ഓക്കെ, then that is equal to -20 പ്ലസ് 4 മൈനസ്, അപ്പോൾ റൂട്ട് ഓഫ് 20 സ്ക്വയർ എന്ന് പറയുന്നത് 400, then -4 ഇൻറ്റു 3 ഇൻറ്റു -100 ആണ്. ഇവിടെ ഒരു മൈനസും ഇവിടെ ഒരു മൈനസും എന്നതുകൊണ്ട് പ്ലസ് ആയിരിക്കും വരും അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും, 4 ഇൻറ്റു 3 12 അല്ലേ, 4 3 12, 12 ഇൻറ്റു 100 എന്ന് പറയുന്നത് 1200 എന്ന് കിട്ടും, 1200 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 6 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ ആയി നോക്കാം. ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട് ഞാനിവിടെ. ദാറ്റ് ഈസ് ഈക്വൽ ടു -20 പ്ലസ് 4 മൈനസ് 400 പ്ലസ് 1200 എന്ന് പറയുന്നത് റൂട്ട് 1600 കിട്ടും, ഡിവൈഡഡ് ബൈ 6. then that is equal to -20 പ്ലസ് 4 മൈനസ് 1600 റൂട്ട് എന്ന് പറയുന്നത് 40 എന്ന് കിട്ടും, 40 അല്ലേ, 40 എന്ന് കിട്ടും, then divided by 6. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് കണ്ടുകൂടെ p is equal to -20 ഒന്നില്ലെങ്കിൽ +40 divided by 6 or p is equal to -20 -40 divided by 6 എന്ന് കിട്ടും. ഓക്കെ, then -20 പ്ലസ് 40 എന്ന് പറയുന്നത് 20 divided by 6. 20 divided by 6 നമുക്ക് നേരിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല, അപ്പോൾ ഇതൊന്ന് ചെറുതാക്കിയാൽ മതി, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും, then 20 2 ഡിവൈഡ് ചെയ്താൽ 10 കിട്ടും, അപ്പോൾ 10 divided by 3. or p is equal to -20 -40 എന്ന് പറയുന്നത് -60 കിട്ടും, divided by 6 എന്ന് പറയുന്നത് 60/6 -10, മൈനസ് ആയതുകൊണ്ട് -10 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് വാല്യൂസ്. ഇവിടെ പിയും ക്യൂവും കാണാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് പി എന്ന് പറയുന്നത് പ്രൈസ് ആണ്, ക്യൂ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ആണ്. പ്രൈസ് ഒരിക്കലും എന്ത് വരില്ല, നെഗറ്റീവ് വരില്ല, അതുകൊണ്ട് നമുക്ക് ഈ വാല്യൂ എടുക്കണ്ട. പി കനോട്ട് ബി നെഗറ്റീവ്, പി കനോട്ട് ബി നെഗറ്റീവ് കേട്ടോ, നെഗറ്റീവ് എടുക്കാൻ പാടില്ല. പ്രൈസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇവിടെ വന്നതുകൊണ്ടാണ് അത് നെഗറ്റീവ് എടുക്കാൻ പാടില്ല. therefore ഇവിടെ എന്തായിരിക്കും, പ്രൈസ് എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് 10 divided by 3 ആയിരിക്കും പി എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈസ് എന്ന് പറയുന്നത് 10 divided by 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യൂ കണ്ടുകൂടെ. ക്യൂ എത്രയാണ് എന്നുള്ളത് ആദ്യം തന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് ക്യൂ എന്ന് പറയുന്നത്, 20 + 3p = ക്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് നേരെ അത് എഴുതിയാൽ മതി, 20 + 3p = ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്റെ വാല്യൂ നമുക്കറിയാം 10 divided by 3 ആണ് എന്നുള്ളത്. അത് നേരെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ, ഈസി ആയിട്ട് കിട്ടും അല്ലേ. 20 + 3 ഇൻറ്റു പി എത്രയാണ്, 10 divided by 3 = ക്യൂ. ഞാൻ നേരെ തിരിച്ച് ചെയ്താണ്, ക്യൂ = then ഇവിടെ 20 3 ഇൻറ്റു 10 30 divided by 3, that is equal to 20 + 30 divided by 3 എന്ന് പറയുന്നത് 10. so Q is equal to 30 എന്ന് കിട്ടും. ഓക്കെ, ക്യൂവിന്റെ വാല്യൂ കിട്ടിയാലോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, അപ്പോൾ പ്രൈസ് ഈസ് ഈക്വൽ ടു 10 divided by 3 എന്ന് എഴുതാം, then ആൻഡ് ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു 30 എന്ന് കൺക്ലൂഷൻ അവസാനം എഴുതാം അല്ലേ. പ്രൈസ് ഈസ് ഈക്വൽ ടു ഇതിന്റെ താഴെ എഴുതിയാൽ മതി, പ്രൈസ് ഈസ് ഈക്വൽ ടു 10 divided by 3, ഇതിന്റെ ഏറ്റവും താഴെ എഴുതിയാൽ മതി കേട്ടോ. then ആൻഡ് ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു 30 എന്ന അവസാനം നമുക്ക് ഫൈനൽ കൺക്ലൂഷൻ എഴുതാം. ഓക്കെ, അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കൂ, സോൾവ് x⁴ മൈനസ് 10x² + 9 = 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല, ഇത് 4th ഡിഗ്രി ഇക്വേഷൻ ആണ് അല്ലേ. x⁴ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി മാറ്റണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വരിക, bx എന്നുള്ളൊരു ഫോർമാറ്റിലല്ലേ വരേണ്ടത്. ഇവിടെ സെക്കൻഡ് ഡിഗ്രിയാണ്, x² ആണ് വരുന്നത് അല്ലേ. അപ്പോൾ അത് മാറ്റണം. അപ്പൊ നമ്മൾ ഇവിടെ x² നമ്മൾ y ആക്കി എടുക്കുകയാണ്. പുട്ട് x² = y. നമ്മൾ ഈ x² നമ്മൾ എന്താക്കി എടുക്കും, y ആയിട്ട് എടുക്കും. അപ്പൊ നമുക്ക് 10y എന്ന് കിട്ടും അല്ലേ. അങ്ങനെയാണ് ഇത് ഇങ്ങനത്തെ പ്രോബ്ലംസിലൊക്കെ നമ്മൾ ചെയ്യുക കേട്ടോ. എങ്ങനെയാണ് ചെയ്യുന്നത് കൃത്യമായ രീതിയിൽ മനസ്സിലാവും ചെയ്യുമ്പോൾ. അപ്പൊ x² = y എന്നാവും.
അപ്പൊ നമ്മളെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ഈ എക്സ് റേസ് ടു 4 എന്ന് പറയുന്നത് എന്താണ്? എക്സ് റേസ് ടു 4 എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ആണ്. 4x കൂടിയതാണ് എക്സ് റേസ് ടു 4 അല്ലേ? എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ആണ്. ഈ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, ദെൻ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, അതാണ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ആണ് എക്സ് റേസ് ടു 4. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ എക്സ് സ്ക്വയറിനെ നമ്മൾ എന്താക്കി മാറ്റി? വൈ ആക്കി മാറ്റി അല്ലെ? എക്സ് സ്ക്വയറിനെ വൈ ആക്കി മാറ്റി. അപ്പൊ വൈ ഇൻറ്റു വൈ, ഈ എക്സ് സ്ക്വയർ വൈ, അപ്പൊ വൈ ഇൻറ്റു വൈ എന്തായി മാറി? വൈ സ്ക്വയർ ആയിട്ട് മാറ്റി അല്ലെ? വൈ സ്ക്വയർ ആക്കി കേട്ടോ. അപ്പൊ ഇതെങ്ങനെ വന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. വൈ സ്ക്വയർ മൈനസ് 10, ഈ എക്സ് സ്ക്വയറിനെ നമ്മൾ എന്താക്കി മാറ്റി? വൈ ആക്കാണ്. 10y പ്ലസ് 9 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ മിഡിൽ ടേം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതിപ്പോ എന്തായി? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്നുള്ള ഒരു ഫോർമാറ്റിലായില്ലേ? എക്സിന്റെ പകരം ഇവിടെ വൈ ആക്കി കൊടുത്തു എന്ന് മാത്രം. ഓക്കെ, ആ ഒരു ഫോർമാറ്റിലാണല്ലോ ഇവിടെ വരുന്നത്. ഇനി നമുക്ക് ഈസി ആയിട്ട് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്തൂടെ? ഇവിടെ എ ഈസ് ഈക്വൽ ടു 1 ആണ്, ബി ഈസ് ഈക്വൽ ടു -10 ആണ്, സി ഈസ് ഈക്വൽ ടു 9 ആണ്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു എന്നല്ലേ? എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. അപ്പൊ എക്സ് ഇവിടെ ഉള്ളത് എന്താണ്? വൈ ആണ്. അപ്പൊ വൈ എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. വൈ ഈസ് ഈക്വൽ ടു മൈനസ് ബി ആണ്. ബി എത്രയാണ്? -10 ആണ്. അപ്പൊ മൈനസ് മൈനസ് ആകുമ്പോൾ പ്ലസ് വരും. പ്ലസ് 10 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ, ബി എത്രയാണ്? -10 ആണ്. അപ്പൊ -10 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 1 ആണ്, സി എന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1, that is equal to 10 plus or minus root of -2 സ്ക്വയർ. മൈനസ് ആയാലും പോസിറ്റീവ് ആയാലും സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണ് വരിക. 100 എന്ന് കിട്ടും അല്ലെ? 10 സ്ക്വയർ 100 മൈനസ് 4 ഇൻറ്റു 1 4, then 4 ഇൻറ്റു 9 36 എന്ന് കിട്ടും. ഓക്കെ, 36 എന്ന് കിട്ടും. ഡിവൈഡ് ബൈ 1 ഇൻറ്റു 2, that is 2. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്തൂടെ? ഈസി ആയിട്ട് ചെയ്യാം. 10 പ്ലസ് ഓർ മൈനസ് 100 മൈനസ് 36 എന്ന് പറയുന്നത് എത്ര വരും? 64 വരും അല്ലെ? 60 റൂട്ട് 64 എന്ന് വരും. ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 പ്ലസ് ഓർ മൈനസ് റൂട്ട് 64 എന്ന് പറയുന്നത് 8 ആണ്. 8ന്റെ സ്ക്വയർ അല്ലേ? 64 വരിക. അപ്പൊ 8 കിട്ടും. ദെൻ ഡിവൈഡ് ബൈ 2. ഇനി എന്ത് കാണാം? 10 പ്ലസ് 8 ഡിവൈഡഡ് ബൈ 2 ഓർ 10 മൈനസ് 8 ഡിവൈഡഡ് ബൈ 2. ഒന്നില്ലെങ്കിൽ പോസിറ്റീവ് ആവാം, ഒന്നില്ലെങ്കിൽ നെഗറ്റീവ് ആവാം. ദെൻ 18 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഓർ 10 മൈനസ് 8 എന്ന് പറയുന്നത് 2 ആണ്. 2 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ദെൻ 18 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 9 ആണ്. ഓർ 2/2 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ വൈന്റെ വാല്യൂ നമുക്ക് കിട്ടി. നമുക്ക് വൈന്റെ വാല്യൂ കിട്ടിയാൽ പോരാ, എത്ര വാല്യൂ കിട്ടണം? എക്സിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലെ? ഇവിടെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ? വൈക്ക് നമുക്ക് 2 വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെ? 9ഉം 1ഉം കിട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പോ when y is equal to 9, y 9 ആവുമ്പോൾ എത്രയാണ്? എക്സ് എത്ര വരിക? അതാണ് ക്വസ്റ്റ്യൻ. എക്സിന്റെ വാല്യൂ ആണുണ്ടോ നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ y is equal to x സ്ക്വയർ എന്നുള്ള രൂപത്തിലാണ് വരിക. ഇത് രണ്ടും തിരിച്ചിട്ടാലൊക്കെ ഒന്ന് തന്നെയാണ്. y is equal to x സ്ക്വയർ, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ x is equal to എന്താ വരിക? എക്സ് സ്ക്വയർ is equal to y എന്നാണെങ്കിൽ x is equal to എന്ത് വരും? x is equal to ഈ സ്ക്വയറിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ റൂട്ട് ആയിട്ട് മാറൂലേ? റൂട്ട് y ആയിട്ട് മാറും. ഓക്കെ, എന്നിട്ട് നമ്മള് ഈ വൈന്റെ വാല്യൂസ് ഒക്കെ ഇതിന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ എങ്ങനെ വരും? വെൻ വൈന് 2 വാല്യൂ ഇല്ലേ? 9 ഉണ്ട് 1 ഉണ്ട്. അപ്പം വെൻ y ഈസ് ഈക്വൽ ടു 9, y 9 ആവുമ്പോൾ എക്സ് എത്ര വരും? എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് 9 വരും അല്ലെ? വൈന്റെ വാല്യൂ 9 ആണ്. നമ്മൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു റൂട്ട് 9. ഇതെങ്ങനെ വന്ന് മനസ്സിലായല്ലോ? എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ ആയി നമ്മൾ ആദ്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എക്സ് ഈസ് ഈക്വൽ എന്ന് പറയുന്നത് സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ റൂട്ട് ആവും. എക്സ് ഈസ് ഈക്വൽ എന്ന് പറയുന്നത് റൂട്ട് വൈ ആണ്. y എന്ന് പറയുന്നത് എത്രയാണ്? 9 ഉണ്ട് 1 ഉണ്ട്. അപ്പോൾ വെൻ y ഈസ് ഈക്വൽ ടു 9, y 9 ആവുമ്പോൾ എക്സ് എന്ന് പറയുന്നത് x ഈസ് ഈക്വൽ ടു
റൂട്ട് 9 ആണ്. റൂട്ട് ആയതുകൊണ്ട് നമുക്ക് രണ്ട് വാല്യൂസ് ആണ് നമ്മൾ സാധാരണഗതിയിൽ എഴുതാറുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3. പ്ലസ് 3 ആവാം അല്ലെങ്കിൽ മൈനസ് 3 ആവാം. ഏത് ചെയ്താലും ആൻസർ ശരിയായിരിക്കും. ദെൻ വെൻ y ഈസ് ഈക്വൽ ടു 1, y 1 ആണ് എന്നുണ്ടെങ്കിൽ x ഈസ് ഈക്വൽ ടു റൂട്ട് 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ പ്ലസ് ഓർ മൈനസ് 1. ഒന്നിന്റെ റൂട്ട് 1 തന്നെയാണ് വരിക. സോ വാല്യൂസ് എന്ന് പറയുന്നത് ഏതാണ്? x ഈസ് ഈക്വൽ ടു 1 ആവാം, മൈനസ് 1 ആവാം, ദെൻ 3 ആവാം, മൈനസ് 3 ആവാം. നമുക്ക് ഈ റൂട്ട് വന്നുകൊണ്ടാണ് നമ്മൾ പ്ലസ് ഓർ മൈനസ് ചെയ്തതെന്ന് കേട്ടോ. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ എഴുതാറുള്ളത്. ഓക്കെ, 4 വാല്യൂസ് ഉണ്ട് എന്ന് മാത്രം. ഈ 4 വാല്യൂസും ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 0 ആയിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുക. നോർമലി നമ്മൾ സെക്കൻഡ് ഡിഗ്രിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ax² + bx + c = 0 എന്നുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷനുള്ള പ്രോബ്ലംസ് ആണ് കൂടുതലും എക്സാമിൽ ചോദിക്കാറുള്ളത്. ഇത് ജസ്റ്റ് അതിന്റെ കൂട്ടത്തിൽ ഞാൻ 4th ഡിഗ്രിയുള്ള x⁴ വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ചെയ്തു എന്ന് മാത്രം. കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം എടുത്ത ഭാഗങ്ങളിലാണ്. അവിടെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തതും അതേപോലെ ഫാക്ടറൈസേഷൻ മെത്തേഡിലും നമ്മൾ പ്രോബ്ലംസ് ചെയ്തത്. രണ്ട് മെത്തേഡിൽ പ്രോബ്ലം ചെയ്താലും ആൻസർ ശരിയായിരിക്കും വരും. അപ്പോൾ രണ്ട് മെത്തേഡിലുള്ള പ്രോബ്ലംസും നമ്മൾ ചെയ്യണം. ഫാക്ടറൈസേഷൻ മെത്തേഡിൽ തന്നെ ക്വസ്റ്റ്യൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻ ബൈ ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇനി അവസാനത്തേതാണ് simultaneous equation in two unknowns where one is linear and the other is second degree. ഇവിടെ 2 unknowns ആണ്. എക്സിന്റെയും വൈന്റെയും വാല്യൂ നമ്മൾ കണ്ടെത്തണം. അതിൽ ഒരു ഇക്വേഷൻ ലീനിയർ ഇക്വേഷൻ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ലീനിയർ ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ മുമ്പ് 3 പഠിച്ചിരുന്നത്, അതാണ് ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x + 2y = 4. ഇത് ലീനിയർ ഇക്വേഷൻ എക്സാമ്പിൾ ആണ്. then and the other is second degree. സെക്കൻഡ് ഡിഗ്രിയിലെ ഇക്വേഷൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 2x² + 3xy + y² - 7 = 0. അങ്ങനെ ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സിന്റെയും വൈന്റെയും വാല്യൂ കാണുന്നു. ഒരു ഇക്വേഷൻ ലീനിയർ ഇക്വേഷൻ ആണ്, മറ്റൊന്ന് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഇത് അവസാനത്തെ ഭാഗമാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. സോൾവ് x - y = 2, then 2x² + 5y² = 23. ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്, ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് ഇക്വേഷനും എടുത്തിട്ട് നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി മാറ്റും ആദ്യം. എന്നിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ആ ഇക്വേഷൻ സോൾവ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഇവിടെ ഈ ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് എന്താക്കി മാറ്റാം? x = എന്നാക്കി മാറ്റാം. ഒന്നാമത്തെ ഇക്വേഷന് x = എന്നാക്കി മാറ്റാം. എന്നിട്ട് ആ എക്സിന്റെ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ചെയ്ത പോലെ തന്നെ. ഓക്കെ, അപ്പൊ നോക്കാം. x = ഈ മൈനസ് y അങ്ങോട്ട് കൊണ്ടും പ്ലസ് y ആവും. അപ്പോൾ 2 + y. x = 2 + y എന്നല്ലേ. എന്നിട്ട് ഇതെന്താ ചെയ്യാം? ഈ എക്സിന്റെ വാല്യൂ രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ ഇക്വേഷൻ നമ്പർ 2. substituting in the other എന്ന് പറഞ്ഞാൽ മറ്റേ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എങ്ങനെ വരും? 2 ഇൻറ്റു എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 + y അല്ലേ. അപ്പൊ 2 × 2 + y² അങ്ങനെ ഇടാ കേട്ടോ. നമ്മൾ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ 2 + y, then സ്ക്വയർ ഉണ്ട്, then plus 5 ഇൻറ്റു then 5 × y അതേപോലെ തന്നെ ഈ 5y² = 23. നമ്മൾ എക്സിന്റെ വാല്യൂ 2 + y ആണ്. അത് നമ്മൾ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ 2 × 2 + y². ഓക്കെ, നമ്മൾ ആദ്യം ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ ഇത് 2 അവിടെ നിർത്തുക. ഈ 2 + y² എന്ന് പറഞ്ഞാൽ a + b² അല്ലേ. നിങ്ങൾ മുൻ വർഷങ്ങളിലൊക്കെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും a + b² എന്ന് പറഞ്ഞിട്ടില്ലേ. a + b² = a² + 2ab + b² എന്ന് പറഞ്ഞിട്ടില്ലേ. a + b² = a² + 2ab + b² അല്ലേ. a + b² അല്ലേ ഇത്. അതിന്റെ സോൾവിങ് ഇക്വേഷൻ ആണ് ഇത് അല്ലേ, എല്ലാവർക്കും അറിയാം. നമുക്ക് അങ്ങനെ രൂപത്തിലാക്കി മാറ്റാം. അപ്പൊ എങ്ങനെ ചെയ്യും നോക്കാം. നമുക്ക്
2 പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ 2 ഇവിടെ നിർത്തുകയാണ് കേട്ടോ. 2 ഇതേപോലെ ഞാൻ ഇവിടെ നിർത്തി. ഇതിനെ നമുക്ക് മാറ്റാണ്. ആദ്യം എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു എ ബി 2 ഇൻറ്റു 2 4 വൈ എന്ന് കിട്ടും. 4y പ്ലസ് ബി സ്ക്വയർ. ബി എന്ന് പറഞ്ഞ ഇതാണ് വൈ സ്ക്വയർ. ഇങ്ങനെ കിട്ടിയാലോ. ദെൻ പ്ലസ് ഇവിടെ ഉള്ള വൈ സ്ക്വയർ 5y സ്ക്വയർ അതേപോലെ ഇതാ, ദാറ്റ് ഈസ് ഈക്വൽ ടു 23. ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം അല്ലേ. എങ്ങനെ ചെയ്യാം? ഈ ഇവിടെ പുറത്തുള്ള ഇൻറ്റു 2നെ നമുക്ക് ഇതിനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. ഇവിടെ 2 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 2 ഇൻറ്റു 2 ആണ്, 4 കിട്ടുക. അപ്പോൾ 2 ഇൻറ്റു 4 എന്ന് പറയുന്നത് 8 അല്ലേ. ഈ 2നെ ബ്രാക്കറ്റിലാണ്. അപ്പോൾ ഇങ്ങോട്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യം ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4 ഇൻറ്റു 2 8 പ്ലസ് ദെൻ 2 ഇൻറ്റു 4y 8y എന്ന് കിട്ടും. ദെൻ 2 ഇൻറ്റു വൈ സ്ക്വയർ എന്ന് പറയുന്നത് 2y സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇത് ബ്രാക്കറ്റ് ഒക്കെ ഒഴിവായി സിംപ്ലിഫൈ ചെയ്ത് വന്നു അല്ലേ. പ്ലസ് ഇവിടെ നിലവിൽ എന്തുണ്ട്? 5y സ്ക്വയർ ഉണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 23 എന്ന് കിട്ടും. ഓക്കെ, ഇത് ഇവിടെ നോക്കൂ. ഇവിടെ നിങ്ങൾ കണ്ടോ 2y സ്ക്വയർ, ഇവിടെ 5y സ്ക്വയർ. ഇത് രണ്ട് ആഡ് ചെയ്താൽ പോലെ 2x പ്ലസ് 3x എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു അല്ലേ 2y പ്ലസ് 5y എന്ന് പറയുന്നത് സ്ക്വയറിന് വ്യത്യാസമുള്ളൂ. 2y സ്ക്വയർ പ്ലസ് 5y സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 7y സ്ക്വയർ എന്ന് കിട്ടൂലേ അല്ലേ. അതേപോലെ ഇവിടെ ഒരു കോൺസ്റ്റന്റ് കിടക്കുന്നുണ്ടല്ലോ, അത് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 8y പ്ലസ് 2y സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ എന്ന് പറയുന്നത് 7y സ്ക്വയർ ഈസ് ഈക്വൽ ടു 23 മൈനസ് 8. ഇങ്ങനെ എഴുതി കേട്ടോ ഞാൻ. ഇനി നമുക്ക് ഇത് ക്വാഡ്രാറ്റിക് ഫോർമുലയിലാക്കി കൂടെ. ഇവിടെ എന്തുണ്ട്? ax സ്ക്വയർ എന്ന് പറഞ്ഞ പോലെ ഇവിടെ അല്ലേ 7y സ്ക്വയർ. അപ്പോൾ ആദ്യം ഞാനത് എഴുതി 7y സ്ക്വയർ. ദെൻ ഇവിടെ എന്തുണ്ട്? 8y ഉണ്ടല്ലേ, പ്ലസ് 8y. ദെൻ ഈ 23 മൈനസ് 8 എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ് അല്ലേ. അപ്പൊ ഇവിടെ പ്ലസ് 15 ആയിരിക്കും. അത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരിക, മൈനസ് 15 ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇതൊരു ക്വാഡ്രാറ്റിക് ഫോർമുലയിലായില്ലേ? ആയി അല്ലേ. 7y സ്ക്വയർ പ്ലസ് 8y മൈനസ് 15 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈസ് ഈക്വൽ ടു 0 അല്ലേ. ക്വാഡ്രാറ്റിക് ഫോർമുലയായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലേ. സോൾവിങ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ y we have എന്ന് പറഞ്ഞിട്ട് നമ്മൾ y is equal to എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ക്വാഡ്രാറ്റിക് ഫോർമുല ജസ്റ്റ് ഒന്ന് ആദ്യം എഴുതി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ a എത്രയാണ് വരിക? a is equal to 7 ആണ്, b is equal to 8 ആണ്, c is equal to minus 15 ആണ്. നമുക്ക് ഈ വാല്യൂസ് ഒക്കെ ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ എങ്ങനെ കിട്ടും? y is equal to മൈനസ് b എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ ഈ മൈനസ് 8 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ 8 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 7 ഇൻറ്റു സി എന്ന് പറയുന്നത് മൈനസ് 15 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 7. ദെൻ മൈനസ് 8 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 8 സ്ക്വയർ എന്ന് പറയുന്നത് 64 മൈനസ് 4 ഇൻറ്റു 7 28 ഇൻറ്റു മൈനസ് 15 എന്ന് പറയുന്നത് 420 420 കിട്ടും അല്ലേ. ഇവിടെ മൈനസും ഇവിടെ മൈനസും ആയതുകൊണ്ട് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പ്ലസ് 420 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 7 14 എന്ന് കിട്ടും. സോ y is equal to മൈനസ് 8 പ്ലസ് ഓർ മൈനസ് 64 പ്ലസ് 420 എന്ന് പറയുന്നത് 484 അല്ലേ. റൂട്ട് 484 ഡിവൈഡ് ബൈ 14 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 8 പ്ലസ് ഓർ മൈനസ് റൂട്ട് 484 എന്ന് പറയുന്നത് 22 22 ഇൻറ്റു 22 ആണ് 484 വരിക കേട്ടോ. ഡിവൈഡ് ബൈ 14 എന്ന് കിട്ടും അല്ലേ. നമുക്ക് ഇനി ചെയ്തൂടെ? y is equal to മൈനസ് 8 പ്ലസ് 22 ഡിവൈഡ് ബൈ 14 ഓർ മൈനസ് 8 മൈനസ് 22 ഡിവൈഡ് ബൈ 14 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, ദെൻ y is equal to മൈനസ് 8 പ്ലസ് 22 എന്ന് പറയുന്നത് 14 എന്ന് കിട്ടും. 14 22 8 കുറച്ചാൽ 14 ഡിവൈഡ് ബൈ 14 ഓർ മൈനസ് 8 മൈനസ് 22 എന്ന് പറയുന്നത് മൈനസ് 30 ഡിവൈഡ് ബൈ 14 ദാറ്റ് ഈസ് ഈക്വൽ ടു 14 ഡിവൈഡ് ബൈ 14 എന്ന് പറയുമ്പോൾ 1 ആണ്. ഓർ മൈനസ് 30 ഡിവൈഡ് ബൈ 14 നമുക്ക് നേരിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ചെറുതാക്കിയാൽ മതി, 2 ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 30യെ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ
15 കിട്ടും. 14 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 7 കിട്ടും. അപ്പോൾ ആൻസർ മൈനസ് ആണ് വരിക. -15/7 എന്ന് കിട്ടും അല്ലേ. ഇത് എന്ന് പറയുന്നത് y ആണ്. y is equal to എന്നാണ് കേട്ടോ. y is equal to എന്ന് കിട്ടും. ഇത് നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ ഇല്ലേ, ആ ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്താൽ മതി. ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്? ഒന്നാമത്തെ ഇക്വേഷൻ x - y is equal to 2 അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയ yന്റെ വാല്യൂ when y is equal to 1, y 1 ആകുമ്പോൾ x എത്രയാണ്, then y -15/7 ആകുമ്പോൾ x എത്രയാണ്. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ് എക്സിന്റെ വാല്യൂ കണ്ടെത്തുന്നത്. ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? x - y is equal to 2 അല്ലേ. അതിനെ നമ്മൾ എന്താക്കി മാറ്റിയിരുന്നു? x is equal to 2 plus y എന്നാക്കി മാറ്റി അല്ലേ. നമുക്ക് ഇത് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ yന്റെ വാല്യൂ എന്ന് പറയുന്നത് y is equal to 1 ആയിരുന്നു, അതേപോലെ -15/7 ആയിരുന്നു അല്ലേ. അപ്പൊ നമുക്ക് ഓരോന്നും y 1 ആകുമ്പോൾ x എത്ര, y -15/7 ആകുമ്പോൾ x എത്ര നമ്മൾ കാണണം. അപ്പോൾ when y is equal to 1, y 1 ആകുമ്പോൾ x is equal to എന്ന് പറയുന്നത് ഈ സ്ഥാനത്ത് കൊടുത്താൽ മതി. 2 plus y എത്രയാ 1, that is equal to 3 എന്ന് കിട്ടും. Then when y is equal to -15/7 ആകുമ്പോൾ x is equal to എത്ര, x is equal to 2 plus y എത്രയാണെന്ന് പറഞ്ഞു, -15/7 അല്ലേ. അപ്പൊ നമുക്ക് ഇതെങ്ങനെ എഴുതാം? ഇത് പ്ലസ് ഇൻറ്റു മൈനസ് പറയുമ്പോൾ മൈനസ് ആണ് വരിക. 2 - 15/7 എന്നാണ് കിട്ടുക. ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടെ ഡിവൈഡഡ് ബൈ 1 ഉണ്ട് നമ്മൾ അസ്യൂം ചെയ്യണം കേട്ടോ. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ആദ്യം ഇത് ഇൻറ്റു ഇത് 2 × 7 14 എന്ന് കിട്ടും. ദെൻ -1 × 15 15 ഡിവൈഡഡ് ബൈ 1 × 7 7 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 14 - 15 -1 ഡിവൈഡഡ് ബൈ 7 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ എക്സിന്റെ രണ്ട് വാല്യൂസും വൈന്റെ വാല്യൂസും കിട്ടിയില്ലേ. സോ ദ സൊല്യൂഷൻ ഈസ് എന്തൊക്കെയാണ് വാല്യൂസ് വരിക? x is equal to 3, then y is equal to 1 ഒന്ന് അല്ലേ. മറ്റൊന്ന് x is equal to -1/7, then y is equal to -15/7. അങ്ങനെ എക്സിന് രണ്ട് വാല്യൂസും കിട്ടും, അതേപോലെ വൈക്ക് രണ്ട് വാല്യൂസും കിട്ടും. ഓക്കെ ആണല്ലോ. നമുക്ക് ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. സോൾവ് x + y = 12, x² + y² = 74. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നാമത്തെ ഇക്വേഷൻ x is equal to അല്ലെങ്കിൽ y is equal to എന്നാക്കി മാറ്റാം. ഞാനിവിടെ y is equal to എന്നാക്കി മാറ്റാണ് കേട്ടോ. y is equal to ഈ എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 12 - 6 ആയിട്ട് മാറും. എന്നിട്ട് ഈ വൈയുടെ വാല്യൂ രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ ദ അതർ ഇക്വേഷൻ, ദാറ്റ് ഈസ് x² പ്ലസ് y എത്രയാണ്? 12 - x ആണ്. അപ്പോൾ 12 - x² അല്ലെ, y², ദാറ്റ് ഈസ് ഈക്വൽ ടു 74. ഇവിടെ നോക്കൂ, a - b² എന്നുള്ള രൂപത്തിലല്ലേ. നമ്മൾ നേരത്തെ a + b² എന്ന് പറഞ്ഞു, ഇവിടെ a - b² ആണെന്ന് വ്യത്യാസം. x² എങ്ങനെ ചെയ്യും? a² എന്ന് പറഞ്ഞാൽ 12² 2ab 2 × 12 × x എന്ന് പറഞ്ഞാൽ 2 × 12 എന്നാൽ 24 -24x, then plus b² b എന്ന് പറയുന്നത് x ആണ്, b² x² അല്ലേ, -x ആണ്. അപ്പോൾ മൈനസും മൈനസും പ്ലസ് ആവും, അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് വരാനുള്ള കാരണം. പ്ലസ് x², ദാറ്റ് ഈസ് ഈക്വൽ ടു 74 എന്ന് കിട്ടും അല്ലേ. നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ x² ഉണ്ട്, ഇവിടെ x² ഉണ്ട്. ഒരു x² പ്ലസ് ഒരു x² എന്ന് പറയുമ്പോൾ എത്ര വരും? 2x² എന്ന് വരും അല്ലേ. അപ്പം ഇവിടെ നമ്മൾ എക്സ് ഒക്കെ ഒരുമിച്ച് ചെയ്ത് നമ്മളെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ രൂപത്തിലാക്കി മാറ്റാണ് കേട്ടോ. ഞാൻ ഇവിടുത്തെ -24x ഞാൻ ആദ്യം ചെയ്താണ്, -24x. ദെൻ 12ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര വരും? +144 144 വരൂലേ. ദെൻ ഇവിടുത്തെ 74 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാണ്, -74, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും അല്ലേ. ഇനി ഇത് കുറച്ചാൽ മതി. അപ്പോൾ 2x² -24x 144 74 കുറച്ചാൽ കഴിഞ്ഞാൽ +70 കിട്ടും അല്ലേ, 70 എന്ന് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയല്ലോ. നമുക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കാം. അപ്പോൾ ഇവിടെ 2x², ഇവിടെ 2 ഉണ്ട്, അതേപോലെ 24 ഉണ്ട്, 70.
ഇതൊക്കെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് ചെറുതാക്കാം. നമുക്ക് അപ്പോൾ പ്രോബ്ലം ചെയ്യാനുള്ള ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഇതൊന്ന് എല്ലാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ 2x² 2നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? x² വരും. 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ -12x ആയിട്ട് മാറും. ഇവിടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഡിവൈഡിങ് ഇക്വേഷൻ ബൈ 2 കേട്ടോ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ദെൻ 12x പ്ലസ് 17നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 35, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും അല്ലേ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. s ഈക്വൽ ടു 1 ആണ്, b is equal to -12 ആണ്, c is equal to 35 ആണ്. അപ്പോൾ എങ്ങനെ കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു -b. ഇവിടെ മൈനസ് ആയതുകൊണ്ട് പ്ലസ് ആയിരിക്കും. 12 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² എന്ന് പറയുന്നത് -12ന്റെ സ്ക്വയർ -4 a എന്ന് പറയുന്നത് 1 ആണ്, c എന്ന് പറയുന്നത് 35 ആണ്, ഡിവൈഡ് ബൈ 2 ഇൻറ്റു a. That is equal to 12 plus or minus root of 12 into square 144, then 1 into 4 into 35 ആണ് വരിക അല്ലേ. 1 into 4 4, 4 into 35 എന്ന് പറയുമ്പോൾ 70 plus 70 70 വരും, 140 വരും അല്ലേ. 70 plus 70 140 മൈനസ് 140 എന്ന് കിട്ടും, ഡിവൈഡ് ബൈ 2 into 1 2. ഓക്കെ, then that is equal to 12 plus or minus 144 minus 140 എന്ന് പറയുന്നത് റൂട്ട് 4 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും അല്ലേ. 12 പ്ലസ് ഓർ മൈനസ് റൂട്ട് 4 ഡിവൈഡ് ബൈ 2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് മാറ്റി എഴുതാം. ഈ റൂട്ട് 4 എന്ന് പറയുന്നത് 2 ആണ് അല്ലേ, 2ന്റെ സ്ക്വയർ അല്ലേ 4 വരിക. അപ്പം 12 പ്ലസ് ഓർ മൈനസ് 2 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. x ഈസ് ഈക്വൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പം എങ്ങനെ ചെയ്യാം? 12 പ്ലസ് ഓർ മൈനസ്, അപ്പോൾ 12 പ്ലസ് 2 ഡിവൈഡ് ബൈ 2 ആവാം, ഓർ 12 മൈനസ് 2 ഡിവൈഡ് ബൈ 2 ആവാം. x ഈസ് ഈക്വൽ ടു, സോ x ഈസ് ഈക്വൽ ടു 12 പ്ലസ് 2 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 14 ഡിവൈഡ് ബൈ 2, or 12 minus 2 10 divided by 2. അപ്പോൾ x is equal to 7 or x is equal to 5 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ x is equal to 5ഉം 7ഉം 5ഉം കിട്ടി. അങ്ങനെയാണെങ്കിൽ y എത്രയാണ്? നമ്മൾ ഇക്വേഷൻ അവിടെ എഴുതി വെച്ചിരുന്നത് y is equal to 12 minus x എന്ന് എഴുതി വെച്ചിട്ടില്ലായിരുന്നു. y is equal to 12 minus x എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് y കിട്ടൂലേ. when x is equal to 7, x 7 ആവുമ്പോൾ y എത്ര ആയിരിക്കും? y is equal to 12 minus 7, 12 minus 7, that is equal to 5 എന്ന് കിട്ടും അല്ലേ. then when x is equal to 5, x 5 ആണെങ്കിൽ y is equal to 12 minus 5, that is equal to 7 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് x is equal to 7ഉം 5ഉം കിട്ടി, അതേപോലെ y is equal to 7ഉം 5ഉം കിട്ടി. അങ്ങനെ അപ്പോൾ therefore solution is ഏതൊക്കെയാണ്? x is equal to 5, then y is equal to 7, അതേപോലെ മറ്റൊന്ന് x is equal to 7, then y is equal to 5 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അവസാനത്തെ ലീനിയർ ഇക്വേഷനും അതേപോലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നിട്ടുള്ള പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതോടുകൂടെ നമ്മളെ ഒന്നാമത്തെ മൊഡ്യൂൾ ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു മൊഡ്യൂൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. 5 ടൈപ്പുകളായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്. അതാണ് ഷോർട്ടസ്റ്റ് ആയിട്ടും എസ് ക്വസ്റ്റനൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതോടുകൂടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ആൾ.